ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച 500 രൂപയുടെ 10 ഓണം ബമ്പർ ടിക്കറ്റുകളുമായി തട്ടിപ്പുകാരൻ കടന്നുകളഞ്ഞു. കോട്ടയം നഗരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത്. ആന്ധ്ര ചിറ്റൂർ സ്വദേശിയായിട്ടുള്ള അയൂബ് എന്ന ലോട്ടറി വിൽപ്പനക്കാരനാണ് തട്ടിപ്പിന് ഇരയായത്. ഇദ്ദേഹം സ്വന്തമായി വീട് പോലുമില്ലാതെ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടി കോട്ടയം നഗരത്തിൽ ഗാന്ധി സ്ക്വയറിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫുട്പാത്തിലിരുന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു ഭിന്നശേഷിക്കാരനായ അയൂബ്. ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിയ ഒരു വ്യക്തി ഓണം ബമ്പർ ടിക്കറ്റുകൾ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അയൂബ് ടിക്കറ്റുകൾ നൽകുന്നു. അയാൾ ആ ടിക്കറ്റുകൾ പരിശോധിച്ചതിന് ശേഷം ഇതിൽ 10 ടിക്കറ്റുകൾ തനിക്ക് വേണം, താൻ എടുക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു. പണം ചോദിച്ച സമയത്ത് പൂർണ്ണമായി ഇപ്പോൾ പണം നൽകാൻ തൻ്റെ കൈവശമില്ലെന്നും ATM-ൽ പോയി പണം എടുത്തുകൊണ്ട് വരാമെന്നുമാണ് ആ തട്ടിപ്പുകാരൻ പറഞ്ഞത്. ഒരു ഉറപ്പിന് വേണ്ടി അയാളുടെ മൊബൈൽ ഫോൺ അയാൾ ഈ അയൂബിന് നൽകുകയും ചെയ്യുന്നു. ഈ ഫോൺ ഏൽപ്പിച്ചതിന് ശേഷം ATM-ലേക്ക് പണം എടുക്കാനാണ് എന്ന് പറഞ്ഞ് അയാൾ നടന്നു പോവുകയായിരുന്നു. പണവുമായി മടങ്ങി വരുമ്പോൾ ഈ മൊബൈൽ ഫോൺ തിരികെ തന്നാൽ മതി എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഇയാൾ പോയതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അയാൾ മടങ്ങിയെത്താത്ത ഒരു സാഹചര്യത്തിലാണ് താൻ തട്ടിപ്പിനിരയായി എന്നുള്ളത് അയൂബിന് ബോധ്യപ്പെടുന്നത്. ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ഇത് സംബന്ധിച്ച പരാതി നൽകുകയായിരുന്നു. ഈ തട്ടിപ്പുകാരൻ നൽകിയ മൊബൈൽ ഫോണും പോലീസിന് കൈമാറി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആ ഫോണിനുള്ളിൽ സിം കാർഡ് ഇല്ല എന്നുള്ളത് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ ഇത് മറ്റെവിടെ നിന്നെങ്കിലും ഇയാൾ മോഷ്ടിച്ചതാകാം ഈ ഫോൺ എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. എന്താണെങ്കിലും ഈ തട്ടിപ്പുകാരനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ ഊർജിതമായി തന്നെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം നഗരത്തിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ അടക്കം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇയാളെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ്. എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും കോട്ടയം ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ഏറ്റുമാനൂരിൽ സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു നിർധനയായ ലോട്ടറി വിൽപ്പനക്കാരിയുടെ 12,000-ഓളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളുമായാണ് ഒരാൾ കടന്നു കളഞ്ഞത്. ആ പ്രതിയെ പിന്നീട് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇടുക്കി സ്വദേശിയായിട്ടുള്ള നവാസിനെയാണ് എറണാകുളത്തു നിന്ന് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അയാളും തട്ടിപ്പ് നടത്തിയത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഈ ലോട്ടറി വിൽപ്പനക്കാരിയുടെ അരികിലേക്ക് എത്തിയതിന് ശേഷം ടിക്കറ്റുകൾ പരിശോധിക്കാനായി വാങ്ങുന്നു. അവരുടെ ശ്രദ്ധ തെറ്റിയ സമയം കൊണ്ട് അയാൾ ആ വാങ്ങിയ ടിക്കറ്റുകൾ മാറ്റിയതിന് ശേഷം അയാളുടെ കൈവശമുണ്ടായിരുന്ന പഴയ ടിക്കറ്റുകളാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരിക്ക് മടക്കി നൽകുന്നത്. അതിനുശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അയാൾ പോയതിന് ശേഷമാണ് താൻ നൽകിയ ടിക്കറ്റുകളല്ല അയാൾ മടക്കി നൽകിയത് എന്നുള്ളത് ഈ ലോട്ടറി വിൽപ്പനക്കാരി തിരിച്ചറിയുന്നത്. പിന്നീട് ഇവർ ആ സംഭവത്തിൽ പരാതി നൽകുന്നു. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തി ആ പ്രതിയെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം കോട്ടയം നഗരത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പോലീസ് ഊർജിതമായി തന്നെ ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.